പിന്നെ ഏത് നന്മ വരികയാണെങ്കിലും അതിനൊക്കെ മുടക്കാൻ ശ്രമിക്കുന്ന കുറെ ആളുകളുണ്ടാവും. അവരോട് നമുക്ക് സഹതപിക്കാം, അവർക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. അവർ നമ്മൾ മോശക്കാരായി കാണണ്ട. അവർ പക്ഷേ നമ്മൾ വലിയൊരു പദ്ധതിയുമായി ഇറങ്ങിയിട്ട് ഇതുവരെ 35 വർഷമായി SKS നടത്തിയിട്ടൊന്നും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ഒരു ഫണ്ട് സമാഹരണം നടത്തിയ പരാജയപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. 1 കോടി നിങ്ങൾക്ക് കിട്ടൂല അങ്ങനെ വിചാരിക്കാം. അല്ലെങ്കിൽ ചില ആളുകൾ ഈ ഒരു സുഹൃതം ഇനി നമുക്ക് അഹങ്കാരം കൂടുമെന്ന് വിചാരിച്ചു കൊണ്ടായിരിക്കാം, എന്തെന്നറിയില്ല. ഏതായാലും ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ ഇതിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് കുറെ ആളുകൾ ഇതിനെ ഇകയ്ത്താനും കളിയാക്കാനും ഒക്കെ ചെറിയ നിലക്കുള്ള ശ്രമങ്ങൾ അത് പിന്നെ സ്വാഭാവികമാണ്. ഏത് വിഷയം അങ്ങനെ തന്നെയുള്ളൂ. ബാപ്പാനെ കൊന്ന നാട്ടിലുണ്ട് അഭിപ്രായം ഉണ്ടാവുന്നല്ലേ. അതെന്തായാലും സംഗതി മോനെ കൊന്നതാണെങ്കിലും സംഭവം നമുക്കത് ശരി തന്നെയാണ്, ഓൻ ചെയ്ത് നല്ല കാര്യമെന്ന് പറയും. അപ്പൊ അങ്ങനെ ഏത് വിഷയം ഉണ്ട് അഭിപ്രായം, നമ്മളതിലേക്കൊന്നും പോകണ്ട. അങ്ങനെ ഏത് നമ്മളെ എതിർക്കാതെ നമുക്ക് എതിർപ്പില്ലാതെ ഒരു സംഗതി ലോകത്ത് ചെയ്യാൻ പറ്റും നമ്മളാരും വിചാരിക്കേണ്ട. ഒരുപാട് എതിർപ്പുകൾ, ഒരുപാട് കളിയാക്കലുകൾ, ഒരുപാട് കൊഞ്ഞനം കാണിക്കൽ, ഒരുപാട് നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സംവിധാനം വളർന്നു വരുള്ളൂ. അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടാൻ പാടില്ല, പടച്ചോന്റെ സഹായം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ മഹത്തുക്കളായ നേതാക്കന്മാരുടെ പിന്തുണ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല, നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങളുടെ, സൂഫിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ പിന്തുണ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെട്ട പ്രയാസം. അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത്. വാരെന്ന് നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, അള്ളാഹുവിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ട് ജാരിയ ഒരു ഫണ്ട് കളക്ഷൻ മാത്രമല്ല നടത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ 36 വർഷത്തെ സംഘടനയുടെ പദ്ധതികളെ പലർക്കും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇപ്പൊ തിരൂർ ടൗണിലൊക്കെ നമ്മൾ കടകൾ കയറിയിറങ്ങി. ആ സമയത്ത് ഒരുപാട് കടകൾ കച്ചവട തിരക്കുകളാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ 5 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉപയോഗപ്പെടുത്തി SKSF നടത്തുന്ന പ്രധാന പദ്ധതികളെ പല ആളുകളെയും പരിചയപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. അപ്പോഴാണ് കുറെ ആളുകൾ നമ്മുടെ കണ്ണിലേക്ക് നോക്കാൻ, ഇത്ര വലിയ പദ്ധതി SKS നടത്താറുണ്ടോ? അൽഹംദുലില്ലാ. അങ്ങനെ കടകളിൽ നിന്ന്, നമ്മുടെ പ്രവർത്തകന്മാരിൽ നിന്ന് കടകളിലേക്ക്, കടകളിൽ നിന്ന് അങ്ങാടിയിലേക്ക്, അങ്ങാടിയിൽ നിന്ന് അടുക്കടയിലേക്ക് ജാരിയ ഒഴുകുകയായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി അൽഹംദുലില്ലാ നമുക്ക് 10 കോടിയുടെ അടുത്ത് സമാഹരിക്കാൻ കഴിഞ്ഞു. ഇനി 10 കോടിയാകാൻ ഒരു എത്ര ലക്ഷം വേണ്ടി? 12 ലക്ഷം നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ അന്ന് ഈ 12:30 നിർത്തിയില്ലേ, അത് 12:30 സ്റ്റോപ്പ് ചെയ്യാതെ ആവശ്യപ്പെട്ട നമ്മൾ സുബൈ വരെ അങ്ങനെ തുറന്ന് അതിന് കൂടെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് 10 കോടി അതിനപ്പുറാവും. പക്ഷെ നമ്മളൊരു സംഘടന, ഒരു സിസ്റ്റം, ഒരു സംവിധാനം, ഒരു ആവശ്യം ജനങ്ങളോട് പറഞ്ഞിട്ട് പൈസ ഇങ്ങനെ കിട്ടണേ എന്നതുകൊണ്ട് നമ്മൾ ദീർഘിപ്പിക്കാൻ പാടില്ല. പക്ഷെ ആവശ്യമുള്ളവർക്ക് ഇനിയും കയറ്റാനുള്ള സൗകര്യം കുറഞ്ഞ മണിക്കൂറും കൂടെയുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സംഘടനകൾ ചലിച്ചു. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പരിപാടിക്ക് ചെന്നപ്പം തിരുവനന്തപുരത്ത് പ്രവർത്തകന്മാർ പറഞ്ഞത്, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ സംഘടനാ രംഗത്ത് വേണ്ടതുപോലെ ചലിക്കാത്ത പല ശാഖകളും ജാരിയയുടെ പേരിൽ അൽഹംദുലില്ലാ ചലിച്ചു. വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. അവിടുത്തെ ജനറൽ സെക്രട്ടറി ഒരു ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഹൈന്ദവ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഓരോ ദിവസത്തിന്റെ അപ്ഡേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവര് മാത്രമായിട്ട് 10-12,000 രൂപ സ്വരൂപിച്ചുകൊണ്ട് അവര് വിഹിതമായി കൊടുത്തു. ഹൈന്ദവ സഹോദരന്മാരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സഹായം നമുക്കുണ്ടായി. നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ധാരാളം ആളുകളെ പിന്തുണ നമുക്കുണ്ടായി. അൽഹംദുലില്ലാ. അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് SKSFന്റെ സന്ദേശങ്ങളെ എത്തിക്കുവാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രവർത്തകന്മാർക്കൊക്കെ ഈ പൈസ പിരിവ് എന്ന് പറഞ്ഞ ഭയങ്കര മടിയുള്ള ഒരു പണിയാണ്. ബക്കറ്റ് പിടിച്ചിങ്ങനെ നിൽക്കുക, പാട്ട് പിരിവ് നടത്തുക, ഭയങ്കര മടിയാണ് കുറെ ശാഖാഭാരവാഹികൾക്ക്. ഇപ്പൊ നമ്മൾ നന്മ ചെയ്യാൻ ഒരു ബക്കറ്റ് പിടിച്ച് നിൽക്കൽ പോലും പ്രയാസമില്ല. ഒരാളോട് ചെന്ന് സംസാരിക്കുക, നമ്മൾ ആരെങ്കിലും കൂട്ടിപ്പോവും, ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന ആളുകളൊന്നും വരും, ഞങ്ങളൊപ്പം മൂപ്പരോടൊന്നും പറയേണ്ട ഒരു പിരിവ് ചോദിക്കാം, ഞങ്ങൾ ചോദിച്ചാൽ കിട്ടൂല എന്ന് പറയും. അങ്ങനെയൊക്കെ മടിച്ചു നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ അൽഹംദുലില്ലാ അവർക്കൊരു നന്മക്ക് വേണ്ടി ഒരു മനുഷ്യനെ എങ്ങനെ സമീപിക്കണമെന്നുകൂടെ ഈ ജാരിയെ പഠിപ്പിച്ചു കൊടുത്തു. ധാരാളം ആളുകൾ
പിരിവ് നടത്തി അൽഹംദുലില്ലാ. പിന്നെ പിടിച്ചാ കിട്ടാത്ത പിരിവായി. ഇപ്പൊ നമ്മുടെ ഇടിമുയിക്കൽ ശാഖ ക്ലസ്റ്ററൊക്കെ അവസാന സമയത്ത് എനിക്കറിയാം ഒരു 10-12,000 റുപ്യന്റെ മാറ്റത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു 10-20 മിനിറ്റ് കൊണ്ട് 10-12,000 രൂപ എല്ലാ പ്രവർത്തകന്മാരും 100 എടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും 100, 50 എടുക്കണം 50, 300 എടുക്കണം 300 ആണ്ട് കൊടുക്കന്നെ. കാരണം 2 മത്സരമാണ്. ഒന്ന് ക്ലസ്റ്ററിൽ മുന്നിലാകണം, അതോടൊപ്പം ഈ സുഹൃതം വിജയിക്കണം. ഒരു നന്മക്ക് വേണ്ടിയിട്ടുള്ള മത്സരമല്ലേ. നമ്മുടെ ഇസ്ലാമിക് സെന്ററിൽ താജും അതുപോലെ അഷ്റഫൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാവരും കൂടി അവിടുന്ന് ഇങ്ങനെ ഇവിടുത്തെ ക്ലസ്റ്ററിന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ആ 12 മണിയാകാൻ സമയത്ത് 5,000 റുപ്യന്റെ കുറവ്, 10,000 റുപ്യന്റെ കുറവൊക്കെ ഒരു മേഖല ശാഖക്കുണ്ടാകുമ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി വേറെ മുതലാളിമാരെടുത്ത് പോകില്ല. ഞാനത് പറയാനുള്ള കാരണം ഇതാണ്. മുതലാളിമാരരികിലേക്ക് പോകല്ല. നമ്മുടെ ഓരോ പ്രവർത്തകനും അവനെ കൊണ്ട് കഴിയുന്ന സംഭാവന, ഈ 12,000 തേക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന 100, എന്നെ കൊണ്ട് കഴിയുന്ന 50, എന്നെ കൊണ്ട് കഴിയുന്ന 20 റുപ്യ, എന്നെ കൊണ്ട് കഴിയുന്ന 60 റുപ്യ, അത് കൊടുത്തുകൊണ്ട് അത് പുരോഗമിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ അൽഹംദുലില്ലാ നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തു. ഇതിൽ നിന്ന് വലിയൊരു പാഠം നമുക്കുണ്ട്. നമ്മളൊരു നന്മയുമായിട്ട് യാതൊരു മടിയും കൂടാതെ സമൂഹത്തിന് മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുകയും സമുദായം നമ്മളെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് നമുക്ക് ജാരിയ വലിയൊരു പാഠം നൽകിയിട്ടുണ്ട്. നമ്മുടെ നന്മക്ക് വേണ്ടി ആളുകളിലേക്ക് പോകുമ്പോൾ ആളുകളെ സഹായം ഉണ്ടാവും. അവർ നമ്മളെ ചേർത്ത് പിടിക്കും. നമ്മൾ പറയാൻ മടിച്ചിട്ടാണ്. നമ്മൾ ഈ വിഷയം അതിന്റെ ഗൗരവം, ഒരാൾ എനിക്കറിയുന്ന ഒരു സുഹൃത്ത്, അയാൾ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അയാൾ ആദ്യം ജാരിക്ക് വേണ്ടി എന്ത് ചെയ്തു, ഒരു 5,000 രൂപ കൊടുത്തു. അങ്ങനെ പിന്നെ എനിക്ക് വോയിസിട്ട് എന്താണ് ഈ ജാരി ശരിക്കും മനസ്സിലായിട്ടില്ല, ഞാനൊരു 5,000 രൂപ കൊടുത്തിട്ടുണ്ട്, എന്തോ ഒരു നല്ല കാര്യത്തിന് എനിക്കറിയാം, ഒന്ന് വിശദീകരിക്കുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഒരു വിശദീകരിച്ചു കൊണ്ട് ഒരു 4-5 മിനിറ്റുള്ള ഒരു വോയിസ് വിട്ടുകൊടുത്തു. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ ഇന്ന് 20,000 കൂടെ തരാന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കിയ ആളുകളൊക്കെ ഇതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ എല്ലാത്തിനും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ആളുകളുണ്ടാവും. അതൊന്നും പൊരുക്ക് കൊടുത്ത് ശരിയാവില്ല, അവരങ്ങനെ ആക്കാൻ പറ്റൂല, അവർ കൊടുത്ത് അവരെങ്ങനെ വലുതാക്കാൻ പറ്റൂല എന്ന് ചിന്തിച്ചവരുണ്ടാകാം. അവർക്ക് ഈ നന്മയിൽ പങ്കാളിയാകാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ പറയാം. നമുക്ക് ആരോടും വിദ്വേഷമില്ല. ഒരുപാട് ആലിമീങ്ങളുടെ സാദാത്യങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ അഭിനന്ദരായ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ മഹല്ല് ഭാരവാഹികൾ, ഒരുപാട് മഹല്ലിലെ ഭാരവാഹികൾ പെരുന്നാളിന്റെ തലേ ദിവസം വെള്ളിയാഴ്ച പെരുന്നാളുമായി ബന്ധപ്പെട്ട് വലിയൊരു ഫണ്ട് ഓരോ പള്ളിയിലും പിരിക്കാനുണ്ട്. എന്നിട്ട് പോലും ഇതൊരു വലിയ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അൽഹംദുലില്ലാ ധാരാളം മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഖത്തീബുമാർ, സദർ ഉസ്താദുമാർ, നമ്മുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഭാരവാഹികൾ, ഉസ്താദന്മാര്, അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ ഇതിലേക്ക് വലിയ സഹായങ്ങൾ ചെയ്തു. ആ സഹായത്തിന്റെ പരിണിത ഫലമായിട്ട് നമുക്ക് ഈ പറഞ്ഞ സംഗീത വരെ എത്തിക്കാൻ കഴിഞ്ഞു. നമ്മൾ സമൂഹത്തിൽ നിന്ന് കാശ് വാങ്ങി നമ്മൾ ഈ ആപ്പിലേക്ക് കയറ്റിയിട്ടേ ഉള്ളൂ. ഇനിയാണ് നമുക്ക് നമ്മളുടെ പണിയുടെ സമയം. നമ്മൾ ഇനിയാണ് പരിശ്രമിക്കേണ്ടത്. കാരണം ഈ വാങ്ങിയിട്ടുള്ള കാശ് എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുണ്ടോ ആ ലക്ഷ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് പൂർത്തീകരിച്ച് കാണിച്ചു കൊടുത്താൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും സന്തോഷിക്കാൻ വകുപ്പുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫണ്ട് സമാഹരണം കഴിഞ്ഞ 2ാം ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് ഞാനും ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് മൗലവിയും അതുപോലെ ബഹുമാനപ്പെട്ട സംസ്ഥാന ട്രഷറർ അയ്യുമാശം ഉൾപ്പെടെയുള്ള നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾ തിരുവനന്തപുരത്തേക്ക് പോയി. എഞ്ചിനീയറെ കൂട്ടിക്കൊണ്ടുപോയി സൈറ്റ് പരീക്ഷിച്ചു. സൈറ്റിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എത്ര പെട്ടെന്ന് ആക്കി തീർക്കാൻ പറ്റുമെന്ന ആലോചനകൾ നടത്തി. ഇൻഷാ അല്ലാഹ് വിദൂരമല്ലാത്ത ഭാവിയിൽ, അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ, അടുത്ത മാസങ്ങൾക്കുള്ളിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ സഹായം നമ്മുടെ മേലുണ്ടെങ്കിൽ അവിടെ നമ്മൾ വളരെ വൈകാതെ ഒരു സഹചാരി സെന്റർ തിരുവനന്തപുരം നമ്മൾ നിർമ്മിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചെന്നല്ല, ആ വീഡിയോ നമ്മളവിടെ സന്ദർശിച്ച വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ഭാഗമുണ്ട്. നമ്മുടെ ഭൂമി തൊട്ടടുത്ത് പള്ളി, തൊട്ടടുത്ത് RCC, ഇത്ര അടുത്താണ് നമ്മളുടേതുള്ളത്. ഇപ്പോൾ നിലവിലുള്ള RCCയുടെ മുഖം ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു ഭാഗത്തേക്ക് മാറുകയാണ്. അത് മാറിയാൽ നമ്മുടെ സഹചാരി സെന്ററിന്റെ തൊട്ടടുത്തായിട്ടായിരിക്കും, അല്ലെങ്കിൽ RCS തൊട്ടടുത്തായിരിക്കും നമ്മുടെ സഹചാരി സെന്റർ വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൊട്ടടുത്ത് പള്ളിയുണ്ട്. നമുക്കവിടെ ലഭ്യമായത് 10 സെന്റ് സ്ഥലം മാത്രമാണ്. അങ്ങോട്ട് സ്ഥലമില്ല, ഇങ്ങോട്ട് സ്ഥലമില്ല, എവിടേക്കും സ്ഥലമില്ല. അതിനോട് അപ്പുറത്ത് ബിൽഡിംഗ്, ഇപ്പുറത്ത് ബിൽഡിംഗ്, അപ്പുറത്ത് വീടൊക്കെയാണ്. അപ്പൊ ഒരു ഭാഗത്ത് പള്ളിയുമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖും സഹായമുണ്ടെങ്കിൽ നമുക്ക് ആ പദ്ധതിയെ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായിട്ട് നമ്മൾ ഏറ്റെടുത്ത ദൗത്യം നിർവഹിച്ചുകൊണ്ട്
നമ്മളോട് സമുദായം എല്ലാം കുറെ പൈസക്ക് പിരിച്ചു പോയില്ലേ, എവിടെ പോയിട്ട് എൻ്റെ പൈസ വാങ്ങാൻ ഭയങ്കര ഉഷാറെന്നല്ലോ, ഇടിമൊഴിക്കെന്നൊക്കെ സംസ്ഥാനത്ത് ഒറ്റ ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളത്തൊക്കെ ഒന്ന് പൈസ വാങ്ങിയിട്ട് ഇപ്പം എന്തിയായി എന്ന് നമ്മളോട് ഒരാൾ ചോദിക്കണ ഒരവസ്ഥയില്ലാതെ അവര് നമ്മളോട് പറയണ, മക്കളെ നിങ്ങൾക്ക് തന്ന പൈസ മുതലായിട്ടോ എന്ന് ഇൻഷാ അല്ലാഹ് ജനങ്ങൾ പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ രീതിയിൽ ഈ പദ്ധതിയെ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇനിയും ഇതിലേക്ക് ഫണ്ട് ആവശ്യമായി വന്നാൽ അപ്പൊ നിങ്ങൾ സക്കീർ എന്ന് പറയരുത്, പഠിത്തൽ ജാരി കഴിഞ്ഞത് ഇനി പിരിക്കാൻ തോന്നരുത്. ഇനി ആവശ്യമായി നമ്മൾ സമൂഹത്തിനോട് പറയണം. ഇതിൽ പങ്കാളികളാകാത്ത ഒരുപാട് ആളുകൾ അപ്പുറത്തിന് നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ഫണ്ടുകളും സമാഹരിച്ചുകൊണ്ട് ഈ പദ്ധതി നമുക്ക് വിപുലമാക്കണം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സജീവമാക്കണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമാക്കണം, ആദർശ രംഗത്ത് നമുക്ക് സജീവമായിട്ട് ഇടപെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനുമുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളെ പോലെ, നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങളെ പോലെ അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് അതിന്റെ ഫലം അവരെ ഖബറിലേക്ക് കിട്ടുന്നത് പോലെ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിലേക്കും നമ്മുടെ മാതാപിതാക്കളെ ഖബറിലേക്കും ഇതിന്റെ ഗുണങ്ങൾ കിട്ടുന്ന രൂപത്തിൽ ഇത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ കാട്ടിത്തന്ന ഇസ്ലാമിന്റെ വിശുദ്ധമായ ആദർശത്തിന്റെ വഴിയിലൂടെ ബാഫക്കി തങ്ങള് മതരംഗത്ത് സമസ്തയുടെ 1, 2, 3 ഒക്കെ സമസ്തയുടെ വലിയ താല്പര്യമുള്ള നേതാവ്. സമസ്തയുടെ മുഷാവറയാണ്. മുഷാവറ ആകുന്ന മുമ്പ് തന്നെ ക്ഷണിക്കപ്പെട്ട ആളാണ്. സമസ്ത മുഷാവറിൽ അധ്യക്ഷം വഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. ദീനിന്റെ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ പ്രവർത്തിച്ച ഒരു മഹാനായ നേതാവായിരുന്നു ബാഫക്കി തങ്ങൾ. മുസ്ലിം ലീഗിന്റെ വേദിയിലൊക്കെ ബാഫക്കി തങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം ഊന്നിപ്പറയും. ദീന് പറയുന്നിടത്ത് ഒരു മടിയും ബാഫക്കി തങ്ങൾ കാണിച്ചിട്ടില്ല. മഹാനായ ബാഫക്കി തങ്ങൾ ദീന് പറയുന്നിടത്ത് എവിടെയും ഒരു പിശുക്ക് കാണിച്ചിട്ടില്ല. എല്ലായിടത്തും ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ തുറന്നു പറഞ്ഞു, ആരോടും അത് പറഞ്ഞു. എന്നാൽ വിവിധങ്ങളായ മതസംഘ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾക്ക് ഇവിടുത്തെ മുജാഹിദ് നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ബാഫക്കി തങ്ങൾ നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു. പക്ഷേ തന്റെ വിശുദ്ധമായ ആദർശത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ തയ്യാറായിട്ടില്ല എന്നത് ബാഫക്കി തങ്ങളെ വ്യതിരിക്തനാക്കുന്നു, വ്യത്യസ്തനാക്കുന്നു. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവസാനം തന്റെ കൊയിലാണ്ടിയിലെ വീട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന സമയത്ത് തന്റെ വീട്ടിലേക്ക് ഒരുപാട് ആലിമീങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് പരിശുദ്ധ മങ്കൂസ് മൗലിദ് അവിടുന്ന് പാരായണം ചെയ്യിപ്പിച്ചു. യാസീൻ ദുആ ചെയ്ത് എന്നിട്ടാണ് ബാഫക്കി തങ്ങൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി അവസാനത്തെ ആ യാത്ര പോകുന്നത്. പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മഹാന്മാരുമായിട്ടുള്ള ബന്ധം. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ മൗലിദ് പാരായണം ചെയ്ത് അള്ളാഹുവിന്റെ റസൂലിൽ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ പോയത്. അങ്ങനെ ആദർശ വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ, എന്നാൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അത് മുസ്ലിമീങ്ങളോട് മാത്രമല്ല അമുസ്ലിമീങ്ങളോടും ഏത് ജാതിയിൽപ്പെട്ട ആളുകളോടും എല്ലാ നിലക്കും ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ വളരെ കൃത്യമായിട്ട് മഹാനായ ബാഫക്കി തങ്ങൾ പെരുമാറി. കേരളത്തിലെ ഒരു പ്രമുഖമായ സ്ഥലത്ത് അവിടുത്തെ പള്ളി നിസ്കാരം നടക്കുന്ന സമയത്ത് അവിടുത്തെ ചില ഹൈന്ദവ സഹോദരന്മാർ പള്ളിയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ മുട്ടും ഒച്ചയൊക്കെ ഉണ്ടാക്കി. ഇതിങ്ങനെ നീണ്ടുപോയി വളരെ പ്രശ്നമായി, കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് വന്നു. അപ്പോൾ നാട്ടിലുള്ള ആളുകൾ ഇടപെട്ടിട്ട് പറഞ്ഞു, ബാഫക്കി തങ്ങളെ കൊണ്ടുവന്നിട്ട് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ ബാഫക്കി തങ്ങൾ ഈ വിഷയത്തിന്റെ മസ്ലഹത്ത് പറയാൻ വേണ്ടി ബാഫക്കി തങ്ങൾ ചെന്നു. അവിടെ ചെന്ന് കുറച്ചു കഴിഞ്ഞ് ബാങ്ക് കൊടുത്തു. ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ അവിടെയുള്ള ടാപ്പിന്റെ അരികിലേക്ക് ഉദു ചെയ്യാൻ വേണ്ടി പോയി. ഉദു ചെയ്യാൻ വേണ്ടി ടാപ്പ് തുറന്ന് വെള്ളമില്ല. ഇത് കണ്ടു നിൽക്കുന്ന ഹൈന്ദവ സഹോദരന്മാർ, ഒരു ഭാഗത്ത് മുസ്ലിം സഹോദരന്മാരാണ്, മറ്റൊരു ഭാഗത്ത് ഹൈന്ദവ സഹോദരന്മാരാണ്. ഹൈന്ദവ സഹോദരന്മാരിൽപ്പെട്ട 2-3 ആളുകൾ വന്നിട്ട് മഹാനായ ബാഫക്കി തങ്ങളുടെ കയ്യിലന്ന് കിണ്ടിയുണ്ട്, തങ്ങളുടെ കയ്യിൽ എപ്പോഴും കിണ്ടി ഉണ്ടാവും. ആ കിണ്ടി വാങ്ങിച്ചിട്ട് അപ്പുറത്ത് പോയി അവരുടെ അനുമതിയോടുകൂടെ കുറച്ച് വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം സ്വീകരിച്ചിട്ട് ഇങ്ങനെ ഒതുക്കാൻ വേണ്ടി നിൽക്കും. ഹൈന്ദവ സഹോദരന്മാർ പറഞ്ഞു, തങ്ങളുപ്പാപ്പ ഞങ്ങൾ ഒഴിച്ചു തരാം. അങ്ങനെ അവര് ബാഫക്കി തങ്ങൾക്ക് ഒതുകൊടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ദീർഘമായ നേരെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇരുഭാഗം ആളുകളെ മുന്നിൽ വരുത്തിയിട്ട് പറഞ്ഞു, മുസ്ലിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് പള്ളിയുടെ പുറത്ത് വെച്ചിട്ട് ചണ്ടമുട്ടുന്നതും ഒച്ചപ്പാടുണ്ടാക്കുന്നതും പാടില്ല എന്ന് ഖുർആനിലെ ഹദീസിലൊന്നും ഇല്ലട്ടോ. ഇങ്ങനെ പറഞ്ഞേ, മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പം പള്ളിയുടെ പുറത്ത് നിന്ന് ബാൻഡ് മുട്ടാൻ പാടില്ല എന്ന് ഖുർആനിൽ ഹദീസിലൊന്നുമില്ല. പക്ഷെ നിങ്ങളിൽ നിന്ന് നമ്മൾ നീതിയാണ് പ്രതീക്ഷിക്കുന്നത്.
ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ഉടനെ തന്നെ ഹൈന്ദവ സഹോദരന്മാരെ പ്രതിനിധിയായി വന്നിട്ടുള്ള പ്രമുഖനായ നേതാവ് എഴുന്നേറ്റുകൊണ്ട് ബാഫക്കി തങ്ങളെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, തങ്ങളെ ഇനി ഞങ്ങളെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവൂല. അതാണ് ബാഫക്കി തങ്ങൾ. ഒരുപാട് കലുഷിതമായ അന്തരീക്ഷങ്ങളെ സമാധാനത്തിലേക്കും മസ്ലഹത്തിലേക്കും കൊണ്ടുവന്ന് സമുദായത്തിനിടയിലും മറ്റു മതങ്ങൾക്കിടയിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കി ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള അകൽച്ചയെ കുറക്കാൻ മഹാനായ ബാഫക്കി തങ്ങൾ അശ്രാന്ത പരിശ്രമങ്ങൾ നടത്തി. ഭിന്നിപ്പ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഐക്യത്തിന്റെ സ്വരമുയർത്തിക്കൊണ്ട് മഹാനായ ബാഫക്കി തങ്ങൾ തന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു എന്ന് ബാഫക്കി തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ മഹാനായ ബാഫക്കി തങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ച വിശുദ്ധമായ ദീനിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുവാനും മുന്നോട്ട് പോകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്, നിങ്ങളെല്ലാവരും ഈ ജാരിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, സഹകരിച്ചവർ, സഹായിച്ചവർക്കൊക്കെ വേണ്ടി എല്ലാ സമയവും നമ്മൾ ദുആ ചെയ്യുകയും